നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സൺ ഫാർമയെക്കുറിച്ചാണ്. അവരുടെ സാമ്പത്തിക ഡാറ്റകളും റിപ്പോർട്ടുകളും അനലൈസ് ചെയ്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നതെന്ന് വളരെ സിമ്പിളായി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓരോ നിക്ഷേപകന്റെയും മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം ഇതായിരിക്കും: ഈ ഫാർമ ഭീമൻ ശരിക്കും ഒരു സേഫ് ബെറ്റാണോ, അതോ നമ്മൾ പെട്ടെന്ന് കാണാത്ത എന്തെങ്കിലും റിസ്കുകൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഊഹാപോഹങ്ങൾ മാറ്റിവെച്ച് കൃത്യമായ കണക്കുകളിലൂടെ നമുക്കിതൊന്ന് പരിശോധിക്കാം. ഇതിനായി പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇവരുടെ ബിസിനസ് മോഡൽ, ഫിനാൻഷ്യൽ ഡേറ്റയും പിയർ കമ്പാരിസനും, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഭാവിയിലെ വളർച്ചയും റിസ്കുകളും, ഒപ്പം അവസാനമായി ഒരു സമ്മറിയും. ആദ്യമായി സൺഫാർമയുടെ ബിസിനസ് മോഡലും അതിന്റെ വ്യാപ്തിയും എത്രത്തോളമുണ്ടെന്ന് നോക്കാം. സൺഫാർമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വെറുമൊരു വലിയ ഫാർമ കമ്പനി മാത്രമല്ല, 100-ലധികം രാജ്യങ്ങളിലാണ് അവർക്ക് വളരെ ശക്തമായ പ്രവർത്തനമുള്ളത്. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കും ദീർഘകാല രോഗങ്ങൾക്കും വേണ്ടിയുള്ള മരുന്നുകൾ അവർ ലോകമെമ്പാടും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ആഗോളതലത്തിൽ ഇവരുടെ സ്വാധീനം വളരെ വലുതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവരുടെ ബിസിനസ് മോഡൽ ശരിക്കും ഒരു ഇരട്ട എഞ്ചിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വശത്ത് നമ്മുടെ നാട്ടിലെ ജനറിക് മെഡിസിൻ മാർക്കറ്റിൽ അവർക്ക് സമ്പൂർണ്ണ ആധിപത്യമുണ്ട്. എന്നാൽ മറുവശത്തോ ഉയർന്ന ലാഭം തരുന്ന ഗ്ലോബൽ സ്പെഷ്യാലിറ്റി മരുന്നുകളിലും അവർ ഫോക്കസ് ചെയ്യുന്നു. ഈ 2 മേഖലകളിലുള്ള ബാലൻസിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള കണക്കുകളിലേക്ക് വരാം. ഇവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. കമ്പനിയുടെ ടോട്ടൽ സെയിൽസ്, അതായത് വരുമാനം നോക്കിയാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഒരു 10.4% നല്ലൊരു വളർച്ച നമുക്ക് കാണാം. 2023-ൽ 433 ബില്യണായിരുന്ന വരുമാനം 2024-ൽ അത് 478 ബില്യണായി ഉയർന്നിട്ടുണ്ട്. കമ്പനിയിലേക്ക് സ്ഥിരമായി പണം വരുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. പക്ഷേ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇവരുടെ അത്താദായം അഥവാ നെറ്റ് പ്രോഫിറ്റാണ്. വരുമാനത്തേക്കാൾ വേഗത്തിലാണ് ലാഭം കൂടിയതെന്ന് കാണാം. 16.5% വർദ്ധിച്ച് 2024-ൽ അത് 101 ബില്യണിലെത്തി. ഇതോടെ നിക്ഷേപകർക്ക് ലഭിക്കുന്ന EPS, അതായത് ഒരു ഷെയറിൽ നിന്നുള്ള വരുമാനം 36-ൽ നിന്ന് 42 രൂപയായി ഉയർന്നു. മാർക്കറ്റിൽ എപ്പോഴും പോസിറ്റീവായി കാണുന്ന ഒരു കാര്യമാണിത്. ഇനി സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് പോലെയുള്ള മറ്റു കമ്പനികളുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സൺ ഫാർമ ഇവിടെ ഒരു വമ്പൻ സ്രാവാണ്. 4.16 ലക്ഷം കോടി രൂപയാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്. ഇവരുടെ PE റേഷ്യോ 34.28ഉം ROCE 20%-ന് മുകളിലുമാണ്. ഇത്രയും വലിയൊരു കമ്പനിയായിട്ടും വളരെ മികച്ചൊരു റിട്ടേൺ നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒന്നാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ 4 ലക്ഷം കോടിയുടെ കമ്പനി ഹോൾഡ് ചെയ്യുന്നത്? മാർച്ച് മാസത്തിലെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടർമാർ തന്നെയാണ് 54%-ൽ കൂടുതൽ ഷെയറുകളോടെ ഭൂരിപക്ഷം കൈയാളുന്നത്. അതൊരു സ്ട്രോങ് പോയിന്റാണ്. എന്നാൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. ഇവരുടെ ചില പ്രൊമോട്ടർ ഷെയറുകൾ പണയം വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു റിസ്ക് ഫാക്ടറാണ് കേട്ടോ. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരുടെ ട്രെൻഡാണ്. നമ്മുടെ ലോക്കൽ മ്യൂച്വൽ ഫണ്ടുകളും സ്ഥാപനങ്ങളും അടങ്ങുന്ന DIIകൾ അവരുടെ വിഹിതം പതുക്കെ വർദ്ധിപ്പിച്ച് 21%-ലെത്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റിന് ഈ കമ്പനിയിലുള്ള വിശ്വാസം കൂടുകയാണ്. അതേസമയം ഫോറിൻ നിക്ഷേപകർ അവരുടെ വിഹിതം നേരിയ തോതിൽ കുറച്ചിട്ടുമുണ്ട്. ഇനി കമ്പനിയുടെ ഭാവി വളർച്ചയും അതിനൊപ്പം അവർ നേരിടുന്ന റിസ്കുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാവി വളർച്ചയുടെ കാര്യമെടുത്താൽ കമ്പനി ഇപ്പോൾ പൂർണ്ണമായും ലക്ഷ്യമിടുന്നത് സ്പെഷ്യാലിറ്റി മെഡിസിനുകളെയാണ്. റിപ്പോർട്ടുകൾ പറയുന്നത് 2028 ആകുമ്പോഴേക്കും ലോകത്ത് ഫാർമയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയുടെ 43%-വും ഇത്തരം സ്പെഷ്യാലിറ്റി മരുന്നുകൾക്കായിരിക്കുമെന്നാണ്. ഈ വലിയൊരു അവസരത്തിലേക്കാണ് സൺഫാർമ ഇപ്പോൾ ചുവടുവെക്കുന്നത്. ഇതിനായിട്ട് വളരെ മികച്ചൊരു R&D അഥവാ റിസർച്ച് ടീം അവർക്കുണ്ട്. അതുമാത്രമല്ല, വലിയ കടങ്ങളില്ലാത്ത ഒരു അടിപൊളി ബാലൻസ് ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പുതിയ കമ്പനികളെ പെട്ടെന്ന് എടുത്തെടുക്കാനും അവർക്ക് സാധിക്കും. പിന്നെ കോവിഡിന് ശേഷം എല്ലാവരിലും വന്നിട്ടുള്ള ഹെൽത്ത് അവെയർനെസ് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു ഡിമാൻഡ് ഉണ്ടാക്കുന്നുമുണ്ട്. എന്നാൽ നാണയത്തിന് 2 വശങ്ങളുണ്ടല്ലോ. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും സ്ക്രീനറിലെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തെ ഇവരുടെ വിൽപ്പന വളർച്ച വെറും 9.89% മാത്രമാണ്. ഇത് അത്ര വലിയൊരു നമ്പറല്ല. ഒപ്പം അമേരിക്കൻ ജനറിക് മാർക്കറ്റിൽ നടക്കുന്ന കടുത്ത വില മത്സരം ഇവർക്ക് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്.
വാർഷിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന വേറെയും ചില മാക്രോ റിസ്കുകളുണ്ട്. അമേരിക്കയിലെ FDA ഇപ്പോൾ ജനറിക് മരുന്നുകൾക്ക് വളരെ പെട്ടെന്ന് അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴെന്ത് സംഭവിക്കും? കോമ്പറ്റീഷൻ കൂടും, സ്വാഭാവികമായും വില കുറയും. പിന്നെ സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളും ഗവൺമെന്റുകൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള വില നിയന്ത്രണങ്ങളും സ്പെഷ്യാലിറ്റി മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിവരുന്ന വലിയ മുതൽ മുടക്കും ഇവർ നേരിടുന്ന വലിയ റിസ്കുകളാണ്. അവസാനമായി നമ്മൾ ഇത്രയും നേരം നോക്കിയ കാര്യങ്ങളുടെയെല്ലാം ഒരു സംഗ്രഹം എന്താണെന്ന് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ സൺഫാർമ എന്നത് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വലിയൊരു മാർക്കറ്റ് ലീഡറാണ്. ഈ അടുത്ത കാലത്ത് അവരുടെ ലാഭം കുതിച്ചുയർന്നിട്ടുമുണ്ട്. ഡൊമസ്റ്റിക് നിക്ഷേപകർക്ക് കമ്പനിയിൽ നല്ല വിശ്വാസവുമുണ്ട്. എങ്കിലും മറുവശത്ത് അവർ തങ്ങളുടെ പഴയ കുറഞ്ഞ സെയിൽസ് ഗ്രോത്തുമായും അമേരിക്കൻ വിപണിയിലെ കടുത്ത വിലമത്സരവുമായും നിരന്തരം പോരാടേണ്ടി വരുന്നുണ്ട് എന്നതാണ് യഥാർത്ഥ ചിത്രം. അപ്പോ നമ്മൾ കണ്ട ഈ കണക്കുകൾ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വശത്ത് സ്പെഷ്യാലിറ്റി മരുന്നുകളിലൂടെ അവർ ലക്ഷ്യമിടുന്ന വമ്പൻ വളർച്ച, എന്നാൽ മറുവശത്ത് അമേരിക്കൻ മാർക്കറ്റിലെ റിസ്കുകളും പഴയ കുറഞ്ഞ വിൽപ്പന നിരക്കും. ഈ ഒരു കണക്കുകൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനും നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന റിസ്കിനും മാച്ചാകുന്നുണ്ടോ? ഈയൊരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ ഡേറ്റ വെച്ച് സ്വയം ഒന്ന് പഠിച്ച് വിലയിരുത്തി നോക്കുക. മറ്റൊരു അനാലിസിസുമായി വീണ്ടും കാണാം.